എല്ലാവർക്കും ഗിരീഷ് കുമാർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാഗമൺ യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ് കാണിക്കുന്നത്. അത് നോക്കൂ, നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഒരു 4 സ്ഥലം നമ്മൾ കവർ ചെയ്യും. നമ്മൾ വാഗമണിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രക്കിങ്ങിന് നമ്മൾ ട്രക്കിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ട്രക്കറും അങ്ങനെ ജീപ്പിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരാണ് ഇത് നമ്മളെ പല സ്ഥലങ്ങളിലും നമ്മളെ കൊണ്ട് കാണിക്കും. നമ്മൾ സാധാരണ മുട്ടക്കുന്ന് മാത്രമാണ് വാഗമണ്ണിൽ കാണാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ വാഗമണ്ണിൽ വേറെ ഒരുപാട് പ്രദേശങ്ങളുണ്ടെന്ന് നമുക്ക് അന്നേരമാണ് മനസ്സിലായത്. നോക്കൂ, ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു സൗന്ദര്യം നമ്മളത് കണ്ട് ആസ്വദിക്കുന്നതാണ്. നമ്മൾക്ക് ഈ വീഡിയോയ്ക്കകത്തൂടെ എത്രമാത്രം നിങ്ങൾക്ക് ഇത് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് കണ്ട് നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്നൊരു അനുഭൂതി, ഇത് കേരളത്തിൻ്റെ ഒരു ഭാഗമാണോ എന്ന് നമുക്ക് സംശയം പോലും തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു വാഗമൺ പ്രദേശം. കേരളത്തിൽ ഇത്രയും മനോഹരമായ, ഇത്രയും മഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശം നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമാണ്. സാധാരണ തണുപ്പ് അനുഭവിക്കാൻ ഊട്ടിയിലും കൊടൈക്കനാലിലേക്കും യാത്ര ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു ഒരു പ്രകൃതി നമുക്ക് ഒരു അനുഭവം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക. അപ്പോൾ നോക്കൂ, എത്രമാത്രം മനോഹരമായിട്ടാണ് നമ്മുടെ വാഗമൺ പ്രദേശം കാണപ്പെടുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളുടെ കൂടെ വന്ന ഒരു ടീംസ് അതിലൊരു ആൽബത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. കൂടെ വന്ന ആളുകളാണ്. അവരൊരു ആൽബം ഇറക്കുന്നുണ്ട്. ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കൂടെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഗമണിലേക്ക് തിരിക്കുമ്പം ഒരുപാട് വാഗമണിൽ തന്നെ ഒരു 4-5 പ്രദേശമുണ്ട്. കോട്ടമല, ഉളുപ്പുന്നി, കണ്ണാങ്കള്ളി, സൂയിസൈഡൽ പോയിൻ്റ്, ഇങ്ങനെ വിവിധ പ്രദേശങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഈ ഒരു മൊട്ടക്കുന്ന് മാത്രം കാണാൻ നിൽക്കാതെ അത് ജീപ്പുകാരുമായി സംസാരിച്ച് ഒരു എമൗണ്ടിൽ എത്തിച്ചിട്ട് നമ്മൾ യാത്ര അവിടെ നിന്ന് തുടങ്ങണം. ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് കാണാൻ, ഇത്രയും മനോഹരമായ സ്ഥലം ശരിക്കും എനിക്ക് മിസ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് വാഗമൺ മുന്നേ വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അതൊക്കെ അറിയാമായിരിക്കും. പക്ഷേ വാഗമണിൽ വരാത്ത ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഗമൺ ജസ്റ്റ് മുട്ടക്കുന്ന് മാത്രം കണ്ടിട്ട് പോയ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ പ്രദേശം കൂടെ ഒന്ന് കണ്ടു നോക്കണം. എത്രമാത്രം മനോഹരമാണ് പ്രകൃതി. അത് ഏറ്റവും ഗുണകരമായി മാറിയത് നമുക്ക് കാലാവസ്ഥ അനുയോജ്യമാണ്. നല്ല മിസ്റ്റി ഒരു ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും മഞ്ഞുമൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തു നമുക്ക്. അത് തന്നെ ഏറ്റവും അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട്. ഇവരൊക്കെ ഇദ്ദേഹം ഈ കുട്ടി ഒരു വ്ളോഗറാണ്. അവരും വ്ളോഗിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു ഗുഹാ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ ഗുഹാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു വെള്ളച്ചാട്ടം, ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നോക്കിയാൽ മതി. ഇതിനകത്ത് ഒരു പയ്യൻ അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറയ്ക്കകത്ത് കയറിയിരുന്ന് സാഹസികമായിട്ട് റീൽ ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. നമുക്ക് പ്രകൃതിയുടെ ഈ വരദാനങ്ങളെ മനോഹരമായിട്ട് ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് അതിനൊരു അപകട സാധ്യത മേഖലയാക്കി മാറ്റുന്നതിന് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. അതൊരു വലിയ അപകടമാണ്. അന്നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ടൊക്കെ എടുത്ത് ചാടിയിട്ട് അവസാനം നമുക്ക് നിലയില്ലാ കളത്തിലേക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കൊക്കെ ചെന്ന് പോകാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ആനന്ദകരമാക്കുന്നതിനോടൊപ്പം തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ ഗുഹ വെള്ളച്ചാട്ടം, ഈ ഗുഹ ആർട്ടിഫിഷ്യലി നിർമ്മിച്ചതാണ്. ഞാൻ പറഞ്ഞാൽ സൂയിസൈഡൽ പോയിൻ്റ് ഇതാണ്. അത്ര മനോഹരം. എനിക്ക് ഈ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ സൂയിസൈഡൽ പോയിൻ്റാണ്. നിമിഷ നേരം കൊണ്ട് നമ്മളെ മഞ്ഞ് വന്ന് പൊതിയുകയും നിമിഷ നേരം കൊണ്ട് ആ മഞ്ഞില്ലാതായി തീരുകയും അടുത്തിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് കാണാതാകുകയൊക്കെ ചെയ്യുന്നൊരു പ്രദേശമാണ് സൂയിസൈഡൽ പോയിൻ്റ്. കണ്ടോ, അപ്പോൾ ചെറിയൊരു കാറ്റ് വന്നപ്പോഴത്തേക്ക് അവിടെ മൂടി നിന്ന മഞ്ഞ് മൊത്തം പെട്ടെന്ന് കാറ്റാൻ കൊണ്ടുപോയി. നല്ല തെളിഞ്ഞ പ്രദേശമായി. എത്ര മനോഹരമാണ്, നിങ്ങൾ നോക്കൂ. നിങ്ങളിവിടെ വരണം, ഈ പ്രദേശങ്ങളൊക്കെ കണ്ടാസ്വദിക്കണം. ഇത് കൂടുതലും ഔട്ട്സൈഡ് കേരളയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഉള്ള ആളുകളൊക്കെ വന്ന് അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെയാണ് അവിടെ കൂടുതൽ നിൽക്കുന്നത്. മലയാളികൾ ഇവിടെ വളരെ കുറവാണ്. സീസൺ ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ സീസൺ എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ജനം വരുമെന്നാണ് അവിടെയുള്ള റിസോർട്ടിൻ്റെ പ്രവർത്തകരൊക്കെ പറയുന്നത്. എത്ര മനോഹരമായ കാഴ്ചകളാണ്. നമുക്കൊരിക്കലും ഇതൊന്നും മിസ് ചെയ്യരുത്. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ പ്രദേശങ്ങളെങ്കിലുമൊക്കെ ഒന്ന് പോയി കണ്ടുമണി. ഒരുപാട് പ്രദേശങ്ങൾ നമുക്കിനിയും കണ്ട് തീരാത്ത ഒരുപാട് പ്രദേശങ്ങൾ, ടൂറിസം പ്ലേസുകൾ ഒക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണല്ലോ കേരളത്തിന് അറിയപ്പെടുന്നത്.
അപ്പോൾ ഇത്രയധികം പ്രകൃതി സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള വേറെ സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അത് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ചെറിയ ആക്ഷേപം മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാം എന്തുകൊണ്ടും സുന്ദരമാണ് നമ്മുടെ കൊച്ചു കേരളം. കാണാൻ സാഹചര്യമുള്ളവർ അന്ന് കാണുക. ഞങ്ങൾ അവസാനം നമ്മുടെ ടൂർ വൈൻഡപ്പ് ചെയ്ത് അതിൻ്റെ ബാക്കി റിസോർട്ടിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റിസോർട്ടിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഏകദേശം 3-4 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഈ ഒരു കാലാവസ്ഥയാണ്, മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാണ്. നല്ല തണുത്ത് ഞങ്ങൾ കിടുകിടാ വിറച്ചുകൊണ്ടാണ്